ഞാൻ നിങ്ങളെ എൻ്റെ കാറ്റ്സ് ക്ലബ് കാണിച്ചു തരാം. പക്ഷെ അതിപ്പോൾ ഇത്രയും ആയിട്ടോ. ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? അപ്പോൾ നമ്മളിന്ന് ഒരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഒരു റിലാക്സ്ഡ് ആൻഡ് സ്ലോ മോർണിംഗ് ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്, കുട്ടിക്ക് സ്കൂളില്ല. സോ ഞാനിന്ന് 6:30 ആയപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റത് കേട്ടോ. എന്നിട്ടൊരു ചായയൊക്കെ കുടിച്ച് സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ചെടികളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ തലേ ദിവസം നല്ല രീതിയിൽ വെള്ളം കിട്ടിയ ചെടികളൊക്കെയാണ് കേട്ടോ ഈ രീതിയിൽ നിൽക്കുന്നത്. നന്നായിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെടിയിൽ ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഞാനിങ്ങനെ നടക്കുകയാണ്. വീക്കെൻഡ്സ് എപ്പോഴും സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മളൊരു ലോങ് 5 ഡേയ്സ്, ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു 5 ഡേയ്സ് കഴിഞ്ഞിട്ട് 2 ദിവസം നമ്മളൊരു ബ്രേക്ക് എടുക്കണം. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ നിങ്ങളെ എൻ്റെ കാറ്റ്സ് ക്ലബ് കാണിച്ചു തരാം. ഇത് ഞങ്ങൾ കുഞ്ഞൊരു തൈ കൊണ്ട് നട്ടതാണേ. വളരെ കുഞ്ഞ് തൈയായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇത്രയും ആയിട്ടോ. ഇപ്പം ചെറുതായിട്ട് പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം അത് കംപ്ലീറ്റ് പൂവായിട്ട് കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടിയാണേ. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയായി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് ഞാൻ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവക്കുട്ടി പതുക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവനിന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഞാനിന്ന് നല്ല താമസിച്ച് എഴുന്നേക്കുള്ളൂ, എനിക്ക് നല്ലോണം ഉറങ്ങണമെന്ന്. അങ്ങനെ അവൻ നല്ലോണം ഉറങ്ങി നല്ല രീതിയിൽ തെളിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ പതിയെ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ്. ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ആവുന്നതും വീക്കെൻഡ്സിൽ മിനിമൽ ആക്കാറുണ്ട് കേട്ടോ. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒന്നും തന്നെ ഞാൻ ഉണ്ടാക്കാറില്ല. കാര്യം നമുക്ക് ഈ 5 ഡേയ്സ് നമ്മളെപ്പോഴും കിച്ചണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്കാണ് നമുക്ക് ഈ സാറ്റർഡേ സൺഡേ. ആക്ച്വലി നമ്മളും അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമല്ലേ. സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും ചമ്മന്തിയുമാണ് കേട്ടോ. ഈ ഗോതമ്പ് ദോശയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോതമ്പ് ദോശ ആയിരുന്നു. പക്ഷേ ഒരു സർട്ടൻ പോയിൻ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിന് കാരണം അമ്മ നല്ല എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചിട്ട് നല്ല മൊരിയിച്ച് ദോശ ചുട്ട് തരുമായിരുന്നു കേട്ടോ. അത് ചമ്മന്തിയായിട്ട് കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഗോതമ്പ് ദോശ കഴിച്ച് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇവക്കുട്ടിയും കൂടി സിറ്റ് ഔട്ടിൽ വന്നിരിക്കുവാണ്. കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് എല്ലാ ദിവസവും നടക്കുന്നൊരു റുട്ടീനാണ്. എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇന്ന് പെയിൻറ്റിംഗ് ആണെന്ന് മാത്രം. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ മീൻ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ പോയി മീൻ വാങ്ങി. നമ്മളിപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ മീൻ വാങ്ങുന്നത്. നമ്മുടെ ആ ഒരു കാർഗോ ഷിപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായതിന് ശേഷം ഇന്നാണ് ഞങ്ങളിവിടെ മീൻ മേടിക്കുന്നത്. ഇത് വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ കാരൽ എന്നാണ് കേട്ടോ ഈ മീനിനെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഞാൻ വന്ന് കുറച്ച് ക്ലീനിങ് പരിപാടിയായിട്ടൊക്കെ നിൽക്കുവാണ്. ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് അവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനിടാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയതിന് ശേഷം അത് എടുത്ത് ഇടാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ യുവക്കുട്ടിയുടെ ബാഗ്, ടിഫിൻ ബാഗ് ഒക്കെ തന്നെ വാഷ് ചെയ്തിടേണ്ട ദിവസമായിരുന്നു സാറ്റർഡേ. ഈ സാറ്റർഡേ സൺഡേ ആണ് ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സൺഡേ ആയിരിക്കും മിക്കവാറും യുവക്കുട്ടിയുടെ ഒരാഴ്ചത്തേക്കുള്ള യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെക്കുക. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഒന്ന് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി വീക്ക് ഡേയ്സ് ഒന്ന് ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് നേരെ പോയി വാങ്ങി വെച്ച് മീനൊക്കെ ക്ലീൻ ചെയ്തത് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് വേഗം തന്നെ മീൻകറി ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ തേങ്ങ അരച്ച് വെച്ചേക്കുന്ന മീൻകറിയാണേ. ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ ഇച്ചിരി ഉഴുന്നും കൂടി മൂപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ക്യാബേജ് തോരൻ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രഞ്ചി പോലൊരു സംഭവം നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ്. കാര്യം എൻ്റെ വീട്ടിലൊക്കെ ഇത് യൂഷ്വലി ചെയ്ത് വന്നിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയതൊരു മോര് കറിയാണ്.
മോരുകറി ഉണ്ടാക്കി. ഇവക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ മീൻ വറുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഹോപ്പ് യു ഓൾ ലവ് ദിസ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.